രണ്ടാളും പോകാൻ വേണ്ടി റെഡിയാണ്. ഏതായാലും അനിയത്തിനെ 8 മാസങ്ങൾക്ക് ശേഷം ഏച്ചി കാണാൻ പോകുന്നല്ലേ. എനിക്ക് ഏച്ചിന്ന് വിളിക്കുന്നതാണോ ചേച്ചി എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ഏച്ചിന്ന് കണ്ണൂരിൽ ഏച്ചിന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവക്ക് ഏച്ചിന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. കാരണം നമ്മള് കണ്ണൂരുകാര് സാധാരണ രീതിയിൽ ചേച്ചീനെ ഏച്ചിന്ന് വിളിക്കല്. അപ്പൊ ഇവൾക്ക് ഏച്ചിന്ന് വിളിക്കുമ്പോ എന്തോ ഒരു അതുകൊണ്ട് നമ്മൾ ഏതായാലും ചേച്ചിന്നായാലും ഏച്ചിയാണോ നമുക്ക് ഇന്നറിയാം. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ അവസാനം വരെ കാണാം. കാരണം ചേച്ചിന്നാണോ ഏച്ചിന്ന് എങ്ങനെയുണ്ട് സംഭവം? വെൽക്കം ടു ദുബായ് ഹൃദയരാജ് കെ വി. ഇത് വേണോ അത് ഇത് വേണോ? അപ്പൊ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം ഇന്ന് അനിയത്തി നേരെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഒരു പേപ്പറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, വെറുതെ ഒരു രസത്തിനാണ്. നമ്മളെ കണ്ട എന്തായാലും തിരിച്ചറിയാം. എന്നാലും ദുബായ് എയർപോർട്ടിൽ ടെർമിനൽ 1 നമ്മൾ ഏതായാലും പോവാണ്. ചെക്കിൻ ലഗേജ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 10 മണിയായിരിക്കും അല്ലേ. പോകാൻ വേണ്ടി റെഡിയാണ്. നമ്മളേതായാലും എക്സൈറ്റ് ആണ്. അവൾ ഏതായാലും വേറൊരു രാജ്യത്തേക്ക് ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന കുറേ നാളുകൾക്ക് ശേഷം മീറ്റ് ചെയ്യാണ്. ഇതൊരു പ്ലക്കാർഡ് ആക്കണം എന്നുണ്ട്. നമ്മൾ പ്ലക്കാർഡ് ആക്കിയാലോ? ഏതായാലും നീ പിടിക്കൂലേ ഇത്? മര്യാദ പിടിച്ചാണ്. അപ്പോൾ ഇവളേതായാലും ഇതും പിടിച്ച് അവിടെ കാത്തു നിൽക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിക്കാനില്ല. നീ ഇത് പിടിക്കണേ. ശരിയാണ്, ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് ഒരാളെയും കാത്ത് നിൽക്കുന്നത്. കാരണം സാധാരണ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുന്നിട്ടുണ്ട്. അപ്പം നമ്മളെയും കാത്ത ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഏതായാലും ഇന്ന് തിരിച്ചറിയാൻ പറ്റും. ഇന്ത്യയിലൊന്നും ഫുഡില്ലാന്ന് തോന്നുന്നു. കാരണം ഏതായാലും അവൾക്ക് കൊടുക്കാൻ നല്ലൊരു കുഞ്ഞി കവറ്, അതിൻ്റെ ഉള്ളിൽ ലിറ്റിൽ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ഇവർക്ക് ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഏതായാലും നമ്മൾ റെഡിയാണ് അനുസരിക്ക് വേണ്ടിയിട്ടുള്ള ഇത്. ഏതായാലും മറ്റേതെടുക്ക്, വെൽക്കം ടു ദുബായ് എടുക്ക്. അപ്പോൾ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഇതാണ്, വെൽക്കം ടു ദുബായ്. അതിലേക്ക് ഇടേ. രണ്ടുണ്ട്, ഒരെണ്ണം അല്ല ഞാൻ ഒരെണ്ണം പിടിച്ചാലോ? നീ ഒരെണ്ണം. സാർ 2 കൺഫ്യൂഷൻ ആവോ? റെഡി അല്ലേ? അപ്പോൾ നമ്മൾ പോകാൻ റെഡി. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക്, ഈ സൈഡിലേക്ക്, അങ്ങോട്ടേക്ക്. ഏതെങ്കിലും ടാക്സി ഉണ്ടോ നോക്കേ? അതൊരു കുഞ്ഞു ബസ് വന്നിട്ടില്ല, ഒരു കുഞ്ഞു ബസ്. എയർപോർട്ട് അറൈവൽ ടെർമിനൽ 1. ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. മെട്രോ വഴി നമുക്ക് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരാം. ടെർമിനൽ 1ഉം അതുപോലെ തന്നെ ടെർമിനൽ 3യും ദുബായ് മെട്രോ റെഡ് ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മെട്രോ വഴി നമുക്ക് എത്തിച്ചേരാം. ഏതായാലും അവൾ എവിടെ എത്തിയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്യാം. നമുക്കത് ഫൈനൽ ഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ ഡിപ്പാർച്ചർ പ്ലേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്ലൈറ്റ് നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ട്രാക്ക് ചെയ്യാം. ഏതായാലും 9:45 എസ്റ്റിമേറ്റഡ് അറൈവൽ ടൈം. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഒരുപാട് ആൾക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും വെൽക്കം ടു ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പേപ്പറൊക്കെ പിടിച്ച് അവളെയും കാത്ത് നിൽക്കുകയാണ്. ബോർഡിലേക്ക് നോക്കിയപ്പം മാംഗ്ലൂർ ടു ദുബായ് ഫ്ലൈറ്റ് അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചു. 7200 ഏക്കർ, അതാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വ്യാപ്തി. അതുപോലെ തന്നെ ലോകത്തിലെ ലാർജസ്റ്റ് സോളാർ പവേർഡ് എയർപോർട്ടും ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതാണെന്ന് വരുന്നുണ്ട്. ഇങ്ങോട്ടോ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനുസരിച്ച് എത്തിയിട്ടുണ്ട്. നേരെ അതിലേ വന്നോ. അങ്ങനെ അനുസരിച്ച് എത്തിയിട്ടുണ്ട്. ഇതെവിടെ ബോക്സ്? എവിടെ ബോക്സില്ല. ഇതോടക്ക് വെൽക്കം ടു ദുബായ് പിടിക്കും. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളത്. 2 പേര് അത് കാണിക്കും, വെൽക്കം ടു ദുബായ് കാണിക്കും. അങ്ങനെ അനുസരി ദുബായിലേക്ക് എത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ, എത്ര
1 മണിക്കൂർ നേരെ ബാഗ് പിടിക്കാൻ വേണ്ടി തന്നെ. ചോക്ലേറ്റ് ഉണ്ടോ? പൈസ എത്ര രൂപയാ? ഏതായാലും ഡൂയുടെ ഒരു 5G സിമ്മ് എമിഗ്രേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്മൊന്നും എടുക്കണ്ട. ഏതായാലും വിസയുടെ എക്സ്പയറി ആവുന്നതോടുകൂടി സിമ്മും കട്ടാവും. എൻ്റെ വാലിഡിറ്റി 1 GB. ജിയോയുടെ എൻട്രി സ്റ്റാമ്പൊക്കെ ആയിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ടാക്സിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ടിങ് 25 ദിർഹംസ് സ്റ്റാർട്ടിംഗ് ആണ്. എന്നാലും നമ്മൾ ടാക്സിയിൽ പോകാമെന്ന് വിചാരിച്ചു, കാരണം ഒരുപാട് ലഗേജ് ഉണ്ടല്ലോ. അനിയത്തി വന്ന സമയം കൊള്ളാം, യുഎയിലെ തന്നെ ഏറ്റവും ചൂടുള്ള സമയം. പക്ഷേ വണ്ടിയും അതുപോലെ തന്നെ മാളുകളൊക്കെ എയർ കണ്ടീഷൻ ആയതുകൊണ്ട് ചൂടൊന്നും അറിയുന്നില്ല എന്നാണ് ഇവള് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അറിയാം യുഎയിലെ ചൂട് ഇവൾക്ക് താങ്ങാൻ പറ്റുമില്ലെന്ന്. ഐശ്വര്യമായിട്ട് തുറന്നു നിങ്ങൾ. ഐശ്വര്യമായിട്ട് അനുസരി തന്നെ തുറക്കുന്നുണ്ട് നമ്മുടെ റൂം. ഓക്കെ, അതിൽ വലുതാലെ വെച്ച് കയറി. അയ്യോ പിടിച്ച് എടുക്കണേ. വലുതാലെ വീട്ടിലേക്ക് കയറി. പിന്നെ നീ എങ്ങനെ പൊക്കിക്കൊണ്ട് വന്ന് നമ്മുടെ സാധനങ്ങൾ വേഗം എടുക്കണം, കാരണം പെട്ടെന്ന് മോശമാവുന്ന എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അച്ഛാ ഇത് എന്തിനാന്നറിയോ കട്ട് കെട്ടി ദൂരെന്ന് വരുമ്പോഴേ ഇത് മനസ്സിലാവും, ഓറഞ്ച് കളർ. പക്ഷെ ഇത് വെറും വീടല്ലേ, പട്ടാണ് ചെയ്ത് കിട്ടുന്നത്. ദുബായിലേക്ക് വരുമ്പോ കയറെല്ലാം കെട്ടിട്ട് ബാംഗ്ലൂർ ഈ സാധനം കിട്ടി. ഞാൻ വിളിക്കേ പൂട്ട് വിളിക്കേ. അപ്പം ഇതിലെന്തൊക്കെയുണ്ട്, അതോടൊപ്പം നാട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്ന് എല്ലാം അടുത്ത വീഡിയോയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നമസ്കാരം അല്ലേ. എക്സൈറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവും, അതോ സാധനങ്ങൾ ഉണ്ടോ നമുക്ക്? പഴം കത്രിക ഇതോടെ